أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം: നിങ്ങൾക്കു വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പും ആകാശത്തെ മേൽത്തട്ടുമാക്കുകയും മേഘത്തിൽ നിന്നും ജലം വർഷിപ്പിച്ച് അത് മുഖേന നിങ്ങൾക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്നുള്ള ആഹാരത്തെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തവനാണവൻ. അതിനാൽ നിങ്ങൾ അറിയുന്നവരായിരിക്കെ അള്ളാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കരുത്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ എന്ന ഭാഗത്തിൻ്റെ തഫ്സീറിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു: ഭൂമിക്ക് വളർച്ചാശക്തി ഉണ്ടെങ്കിലും മഴയില്ലാതെ ഫലങ്ങളുണ്ടാകില്ല. അതുപോലെ മനുഷ്യബുദ്ധി അതിന് എത്ര വലിയ ചിന്താശക്തി ഉണ്ടായാലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ പരിശുദ്ധമായ ചിന്തകളോ ആത്മീയ ഫലങ്ങളോ ഉണ്ടാകുന്നില്ല. ഏതുപോലെ എന്നാൽ ആകാശത്തു നിന്ന് മഴ നിന്നുപോയാൽ ഭൂമിയിലെ വെള്ളം അത് നശിച്ചു പോവുകയും ഭൂമിക്ക് ഫലം സൃഷ്ടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ ഫലമായി ഇൽഹാം ഉണ്ടാകുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് അത് ആത്മീയ ചിന്തകളിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ ഈ ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹു മനുഷ്യനെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തി ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിച്ചു. എന്നിട്ടും മനുഷ്യൻ അള്ളാഹുവിനെ നിസാര വസ്തുക്കളോട് ഉപമിക്കുകയും അള്ളാഹുവിനെ താഴ്ത്തിക്കെട്ടുകയും മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ല എന്ന് പറയുകയും മാത്രവുമല്ല അള്ളാഹുവിനെ സൃഷ്ടിച്ചത് മനുഷ്യനാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ എന്തിനെയാണോ ഇവർ അള്ളാഹുവിന് പകരമായി ഉപമിക്കുന്നത് അതാണ് ഏറ്റവും താഴ്ന്ന വസ്തു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാത്തവർ ഇത് ഫിലോസഫിയാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്ന ആളുകളാണ് അജ്ഞന്മാരായിട്ടുള്ളവർ. ഈ ആയത്തിൽ വിശദീകരിച്ച തൗഹീദിൻ്റെ മാതൃകയും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഒരവസരത്തിൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, മാഷാ അല്ലാഹു വശിഅത, അതായത് അള്ളാഹു ഇച്ഛിക്കുന്നത് പോലെയും താങ്കൾ ഇച്ഛിക്കുന്നത് പോലെയും ആ ഒരു കാര്യം നടക്കും. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അജ്അൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിൻ്റെ പങ്കാളിയാക്കുകയാണോ? ഇങ്ങനെ പറയുക, മാഷാ അല്ലാഹു വഹ്ദഹു, ഏകനായ അള്ളാഹു ഇച്ഛിക്കുന്നത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഒരു വിധത്തിലും പങ്കു ചേർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ആയത്തിലും അതിനു മുമ്പുള്ള ആയത്തിലെയും തൗഹീദിനെ സംബന്ധിച്ച് പാശ്ചാത്യ എഴുത്തുകാർ ഒരു ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ആത്മാക്കളെയും ജിന്നുകളെയും കുറിച്ചുള്ള ആശയങ്ങളിൽ നിന്ന് പരിണമിച്ചതാണ് എന്ന്. ഇതിൻ്റെ മറുപടിയായി ഹുസൂർ പറയുന്നു, ഇങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നവരിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒരു വിഭാഗം വാദിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ആത്മാക്കളെയും ജിന്നുകളെയും കുറിച്ചുള്ള ആശയത്തിൽ നിന്ന് വികസിച്ചുണ്ടായതാണെന്നാണ്. രണ്ടാമത്തെ വിഭാഗം പറയുന്നത് ആദിമ മനുഷ്യൻ മൃഗങ്ങളെയും വിഷമുള്ള പ്രാണികളെയും ഭയപ്പെട്ട് അവയെ ആരാധിക്കാൻ തുടങ്ങി, പിന്നീട് ക്രമേണ ദൈവത്തിൻ്റെ ആശയം രൂപപ്പെട്ടു എന്നാണ്. അതായത് രണ്ട് വിഭാഗങ്ങളും വിശ്വസിക്കുന്നത് തുടക്കത്തിൽ ബഹുദൈവ വിശ്വാസമുണ്ടായിരുന്നുവെന്നും
പിന്നീട് അത് ഏകദൈവ വിശ്വാസത്തിലേക്ക് മാറിയെന്നുമാണ്. ഹുസൂർ പറയുന്നു, ഇവരുടെ ഈ വാദം മതവിശ്വാസങ്ങളെ ഭയന്നോ അല്ലെങ്കിൽ ആഴത്തിലുള്ള ചിന്ത കൂടാതെയോ മുന്നോട്ട് വെച്ചതാകാം. ദൈവത്തിൻ്റെ വിശ്വാസം ക്രമേണയായി ഉണ്ടായതാണ് എന്ന ഇവരുടെ വാദം തെറ്റാണ്. കാരണം അല്ലാഹു ആദ്യം മനുഷ്യനെ ജീവനില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുവാൻ പഠിപ്പിക്കുകയും പിന്നീട് അല്ലാഹു സ്വയം വെളിപ്പെടുകയും ചെയ്യുക എന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുക്തിക്ക് നിരക്കുന്നതല്ല. മാത്രവുമല്ല, എല്ലാ മതങ്ങളും, അതായത് ക്രിസ്തു മതമായിരിക്കട്ടെ, ഇസ്ലാം മതമായിരിക്കട്ടെ, ഹിന്ദു മതമായിരിക്കട്ടെ, ഈ ഒരു കാര്യത്തിൽ യോജിച്ച് നിൽക്കുന്നു. അതായത് ദൈവം മനുഷ്യന് തുടക്കം മുതൽ തന്നെ തൻ്റെ അസ്തിത്വത്തിനെക്കുറിച്ചുള്ള അറിവ് നൽകിയിട്ടുണ്ട് എന്ന്. ബൈബിളിൽ വ്യക്തമായി പറയുന്നു, ആദമിന് ദൈവം തൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശവും അവൻ്റെ ആധിപത്യവും അറിയിച്ചു. ഇത് മനുഷ്യന് തുടക്കം മുതൽ തന്നെ ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അടുത്ത റുക്കൂയിൽ ആദം അലൈഹിസ്സലാമിൻ്റെ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നു, അല്ലാഹു ആദമിന് തൻ്റെ സൃഷ്ടികളുടെ പേര് പഠിപ്പിക്കുകയും അവൻ്റെ ആരാധനയ്ക്ക് കൽപ്പിക്കുകയും ചെയ്തു. ഇത് ഇൽഹാമിൻ്റെ പ്രാഥമിക രൂപമാണ്. അതായത് തുടക്കം മുതൽ തന്നെ അല്ലാഹു തൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് നൽകുന്നുണ്ടായിരുന്നു. ഹുസൂർ പറയുന്നു, അല്ലാഹുവിനെ പറ്റിയുള്ള ഫിലോസഫർമാരുടെ ഈ വാദം അത് രണ്ട് കാരണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടായത്. ഒന്ന്, അവർ വഹിയിലും ഇൽഹാമിലും വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തത്, പരിണാമത്തിൻ്റെ, അതായത് എവല്യൂഷൻ്റെ തെറ്റായ വ്യാഖ്യാനം മൂലവുമാണ്. ഇവർ വഹിയും ഇൽഹാമും നിഷേധിക്കാനുള്ള കാരണമായി ഹുസൂർ പറയുന്നു, ഈ ഫിലോസഫർ അത് അനുഭവിച്ചിട്ടില്ല എന്നതാണ്. അവരിൽ അധികവും ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ജനിച്ചത് കാരണത്താൽ അവിടെ ദീർഘകാലമായി ഇൽഹാമിൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് സ്വന്തമായി വഹി ഇൽഹാം ലഭിച്ചിട്ടില്ല. വഹിയും ഇൽഹാമും അനുഭവിച്ചവരെ അവർ കണ്ടിട്ടുമില്ല. അതിനാൽ അവർ വഹിയും ഇൽഹാമുമില്ല എന്ന മിഥ്യധാരണയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇൽഹാം നിഷേധിച്ചപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് യുക്തിപരമായ ഒരു കാരണം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. ആ ദിവസങ്ങളിൽ അവരുടെ ശ്രദ്ധ പരിണാമത്തിൻ്റെ, അതായത് എവല്യൂഷൻ്റെ പ്രശ്നത്തിലേക്ക് തിരിഞ്ഞതിനാൽ ഈ പ്രശ്നത്തിൻ്റെ കീഴിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ തെറ്റായ വിശ്വാസത്തിൽ അവർ അകപ്പെടുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ ഖുർആനും മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അല്ലാഹു സൃഷ്ടിയുടെ തുടക്കം മുതൽ മനുഷ്യന് തൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തിയെന്നാണ്. ഖുർആൻ എല്ലാ കാലഘട്ടങ്ങളിലും ഇൽഹാം, വഹി എന്നിവയുടെ തുടർച്ചയെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.